ഒരു വാക്യം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 5-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ ദൈവമായിരിക്കുന്ന എൻ്റെ കർത്താവ്, എൻ്റെ രാജാവായ എൻ്റെ യേശു അപ്പച്ചൻ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. എൻ്റെ വിഷമം, ദുരിതം, പ്രയാസങ്ങൾ, ദുരിതപ്പെടുന്ന അവസ്ഥ, അതിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ ദുരിതത്തെ കർത്താവേ നീ അറിയണമേ എന്ന് യാചിക്കുന്ന അനുഭവം. സങ്കീർത്തനം, ദാവീദിൻ്റെ സങ്കീർത്തനം. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരോടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ദാവീദ് പ്രാർത്ഥിക്കുന്നത് യേശുപ്പച്ചനോട്, അല്ലാതെ യഹോവ വേറെ ആരോടുമല്ല പ്രാർത്ഥിക്കുന്നത്. യേശു അപ്പച്ചനെ ആണ് പ്രാർത്ഥിക്കുന്നത്. പിതാവായ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ മേലെ എൻ്റെ സങ്കടയാചന കേൾക്കണമേ എന്ന് ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ കരഞ്ഞ് എക്സാം എഴുതാൻ പോയിട്ടുണ്ട്. മാത്സിന് ഞാൻ കരഞ്ഞുകൊണ്ട് എക്സാം ഹാളിലൊക്കെ കയറുന്നത്. എന്നാൽ ദൈവം എൻ്റെ എക്സാം എഴുതിയ ദൈവമാണ്. എഴുതി മാർക്ക് സ്കോർ ചെയ്തു. 196 മാർക്സ് ഔട്ട് ഓഫ് 100. സ്കൂൾ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചു. അത് ദൈവം തന്നു. ഞാൻ സങ്കടയാചന കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അതൊന്നും മാറിപ്പോകുന്നില്ല. എൻ്റെ പ്രാർത്ഥന കർത്താവ് ദൈവം ഉത്തരമരുളി ചെയ്തു. ഉത്തരമരുളുന്ന കർത്താവ്, സങ്കടയാചന കേൾക്കുന്ന നമ്മുടെ ദൈവത്തെ വിളിക്കാം. ദൈവം നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നു, ദുഃഖങ്ങൾ അറിയുന്നു, നമ്മുടെ സങ്കടയാചന, പാപങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥകൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന കർത്താവ് ദൈവം അത് അങ്ങനെ വിടുവിക്കുന്നതാണ്. യേശുപ്പച്ചൻ വിടുവിക്കുന്ന കർത്താവാണ്. കുമാരൻ ഉങ്ങളെ വിടുതലയാക്കിയാൽ മെയ്യാകവേ വിടുതലയാവീர்கள் എന്ന വാക്യമുണ്ട്. പുത്രൻ സ്വാതന്ത്ര്യനാക്കുന്ന അനുഭവം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേക പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ, കണ്ണുനീരുകളുടെ പാതയിൽ കടന്നു പോകുന്നു. ഇതെന്താണ്? എൻ്റെ സങ്കടയാചന കർത്താവ് കേൾക്കുന്നില്ലയോ എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് മാറും. നമ്മുടെ സങ്കടം കർത്താവിനെ ബോധിപ്പിക്കുക. മനുഷ്യരെ ബോധിപ്പിച്ചാൽ അവരൊന്നും ചെയ്യത്തില്ല, ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ സങ്കടയാചന കർത്താവ് യേശു അപ്പച്ചനിലേക്ക് വെക്കാം. ഹന്ന പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിലെ കണ്ണുനീര് കൊണ്ട് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഏലി പ്രവാചകൻ ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ഹന്ന പറഞ്ഞു, എൻ്റെ സങ്കടയാചന ഞാൻ കഴിക്കുകയാണെന്ന് പറഞ്ഞ് സങ്കടയാചന ബോധിപ്പിച്ച് കരയുവാണെന്ന് ഹന്ന പറഞ്ഞു. അങ്ങനെ ഹന്ന പിന്നെ ദുഃഖമായി ഇരുന്നില്ല. ഹന്നയ്ക്ക് സാമുവേൽ എന്ന പൈതൽ ജനിച്ചു. അതുപോലെ നമ്മുടെ സങ്കടയാചന കർത്താവ് കേൾക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ആമേൻ, ആമേൻ.